വയോധികയ്ക്ക് കൊട്ടാരക്കരയിൽ ക്രൂരമർദ്ദനം. റിട്ടയർഡ് ടീച്ചറായ സരസമ്മയെ അയൽവാസി വീട് കയറി ആക്രമിച്ചു. വാക്കുതർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സംഭവത്തിൽ അയൽവാസിയായ ശശിധരനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, വാക്കുതർക്കത്തിന്റെ പേരിൽ റിട്ടയർഡ് ടീച്ചർ വയോധികയായ ഒരു അമ്മയ്ക്ക് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വരുന്നു. എന്താണ് സംഭവിച്ചത്? ഇവര് അയൽവാസികളാണ്. ഇതിൽ ഈ പറയുന്ന ശശിധരൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ ഈ സരസമ്മ അസഭ്യം പറഞ്ഞു എന്ന ഒരു പരാതി വീട്ടിൽ ഭാര്യ ശശിധരനെ അറിയിക്കുന്നു. ഇവര് അയൽവാസികൾ എപ്പോഴും തമ്മിൽ ഇതുപോലെയൊക്കെ പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അത് സഹി കിട്ടപ്പോൾ ഇദ്ദേഹം ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഈ സരസമ്മയെ കാണാൻ അവര് വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് സരസമ്മ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കടന്നുവരവ് കണ്ടപ്പോൾ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് മനസ്സിലാക്കിയ സരസമ്മ കയ്യിൽ കരുതിയിരുന്ന ആ കമ്പിന്റെ അറ്റത്ത് ഒരു ഇരുമ്പ് ഇതുകൂടിയുണ്ട്. അത് ഈ പുല്ലൊക്കെ അറുക്കുന്ന ഒരു കത്തി പോലത്തെ ഒരു ഇതാണ്. ആ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ആദ്യം അങ്ങോട്ടേക്ക് ആക്രമിച്ചു. ഈ ആക്രമണം നേരിട്ടുകൊണ്ടാണ് ആ വടി തിരികെ വാങ്ങി ഇവരെ പൊതിരെ ക്രൂരമായി മർദ്ദിച്ചത്. ഇത് ഈ സമയം കുറച്ചു നേരം ഇത് തുടർന്നു. അവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവര് പരിക്കുകൾ, സാരമായ പരിക്കുകളുണ്ട്. എന്നാൽ അതൊരു ഗുരുതര പരിക്കുകളല്ലെന്നാണ് കിട്ടുന്ന വിവരം. സാരമായ പക്ഷെ പരിക്കേറ്റുണ്ട്. ഇത്ര 80 വയസ്സുള്ള ഒരു വയോധികയെ അതും കാണാൻ കഴിയുന്നുണ്ട്. രാജ്കുമാർ, ആ ദൃശ്യങ്ങളിൽ എന്തുമാത്രം വലിയൊരു ക്രൂരതയാണ്. എത്രയൊക്കെ ആണെങ്കിൽ ഒരു പ്രായമായ സ്ത്രീയല്ലേ? അതെ, ഇത് ഇവർ തങ്ങളിൽ മുമ്പും ഇതേപോലെ വഴക്കുകൾ സംഭവിച്ചിട്ടുണ്ട്, വാക്ക് തർക്കങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ശശിധരൻ കായികമായി അവരെ ആക്രമിക്കുന്നത്. മുമ്പ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു. അതിക്രൂരമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രമണം. ഈ തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതി തന്നെയാണ് ആ വയോധികയായ സരസമ്മ പ്രതിരോധിക്കുന്ന നിലയിൽ ആദ്യമേ കയറി അങ്ങോട്ട് ആക്രമിക്കുന്നതും പിന്നീട് അതേ വടി തിരികെ വാങ്ങി ഇവരെ പൊതിരെ തല്ലി ക്രൂരമായി മർദ്ദിക്കുകയും വലിച്ചിഴക്കുകയും. ഇവര് നിലവിളിക്കുകയും ഒന്നും ചെയ്തില്ലേ? അടുത്തുള്ള ആൾക്കാരൊന്നും ഓടിയെത്തുകയോ ഒന്നും ഉണ്ടായില്ലേ? അല്ലെങ്കിൽ പിന്നീട് ഈ ബഹളം കേട്ട അയൽവാസികൾ ഇവർ അപ്പോഴേക്ക് ശശിധരൻ അവിടുന്ന് പോവുകയും ചെയ്തു. ഇവർ ആ പോലീസിനും മറ്റും അറിയിച്ചു. നാട്ടുകാരെല്ലാം ചേർന്ന് ആ സരസമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശശിധരനെ പിടികൂടുമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം ശശിധരനെ പോലീസ് കസ്റ്റഡിയിലെത്തും. ഇത് ഇന്നലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവർ തമ്മിൽ സ്ഥിരം വഴക്ക് പതിവാണല്ലേ? ഇത് ഈ അയൽവാസികൾ തമ്മിലുള്ള പലപ്പോഴും ഇവർ തങ്ങളിൽ ഇങ്ങനെ കയർത്ത് സംസാരിക്കാറുണ്ട്, പരസ്പരം അസഭ്യം പറയാറുണ്ട്. ഇത് ഇങ്ങനെ ഒരു നിത്യ തലവേദനയായി. ഏറ്റവും ഒടുവിലാണ് ഈ ഭാര്യ ശശിധരനോട് പറയുന്നത് എന്നെ അസഭ്യം പറഞ്ഞു എന്ന് പറയും. അതിനെ ചോദ്യം ചെയ്യാനാണ് ഇദ്ദേഹം ആ വീട്ടിലേക്ക് പോകുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം വരുന്ന വരവ് കണ്ടപ്പോൾ തന്നെ സരസമ്മയ്ക്ക് ബോധ്യമായി ആക്രമിക്കുമെന്ന്. അതിന്റെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ കയ്യിൽ കരുതിയിരുന്ന ആ വടി കൊണ്ട് ആ സരസമ്മ ആദ്യം ശശിധരനെ ആക്രമിക്കുന്നു. പിന്നീട് അതേ വടി വാങ്ങിയിട്ടാണ് ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ക്രൂരമായി അവരെ തല്ലിച്ചതക്കുകയാണ്. ശരി, രാജ്കുമാർ വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തെ കൊട്ടാരക്കരയിൽ വയോധികയ്ക്ക് ക്രൂരമർദ്ദനം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മാസ്ക് ചെയ്താണ് കാണിക്കുന്നത്. കാരണം അത്രമാത്രം ക്രൂരമായ രീതിയിലാണ് ആ വയോധികയെ അയാൾ മർദ്ദിക്കുന്നത്. ഒരു വാക്കുതർക്കത്തിന്റെ പേരിലാണ് ഭാര്യയെ ഈ പറയുന്ന റിട്ടയർഡ് ടീച്ചറായ ഈ വയോധിക അസഭ്യം പറഞ്ഞു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അത് ചോദിക്കാനെത്തുകയും പിന്നീട് മർദ്ദനത്തിലേക്ക് മാറുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അവരെ ഇങ്ങനെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതും എന്നിട്ട് മറിച്ചിടുന്നതും ഒക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ ക്രൂരതയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. ഏതായാലും അയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ തമ്മിൽ വഴക്കുകൾ പതിവായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വഴക്കും. പക്ഷേ അത് കൂടിപ്പോവുകയും മർദ്ദിക്കുന്ന രീതിയിലേക്ക്, കായികമായി ഇടപെടുന്ന രീതിയിലേക്ക്, ഏറ്റവും മോശമായൊരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകി.